വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിനു വിയും നിയാസ് കരീമും എഴുതിയിരിക്കുന്ന മരണക്കൂട്ട് എന്ന ആത്മകഥയാണ്. മരണക്കൂട്ട് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഇതിൻ്റെ വില 200 രൂപയാണ്. ഇതിന് 160 രൂപയ്ക്ക് എനിക്ക് ബ്ലോസം ബുക്ക് ഹൗസിൽ നിന്ന് കിട്ടിയതാണ്. ഇത് മൂന്നാമത്തെ പതിപ്പാണ് ഞാൻ വായിക്കുന്നത്. ഒരു ശവംവാരിയുടെ ആത്മകഥ എന്നുള്ളതാണ് ഇതിൻ്റെ സബ് ടൈറ്റിലായിട്ട് കിട്ടിയത്. ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നവർ ഇപ്പോൾ മാതൃഭൂമി, നമ്മൾ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയകളിലെല്ലായിടത്തും ഒരുപാട് ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പുസ്തകം എന്നുള്ള ഒരു ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള ഒരു ആത്മകഥയാണ് മരണക്കൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മരണക്കൂട്ടിൽ ഒരു അതായത് അനാഥ ശവങ്ങളെയൊക്കെ ഇപ്പോൾ പുഴയിൽ നിന്നായാലും റെയിൽവേ ട്രാക്കിൽ കിടന്നതായാലും അങ്ങനെ തൂങ്ങി മരിച്ചതായാലും ഇപ്പോൾ അനാഥമായിട്ടുള്ള ശവങ്ങളെ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുന്നേ അങ്ങനെ തൂങ്ങി മരിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ശവങ്ങൾ ഇറക്കി അത് പൊതിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നെത്തിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം മീൻസ് അതായത് ചില അനാഥമായിട്ടുള്ള ആളുകളുടെ ശരീരങ്ങൾ ആരും സ്വീകരിക്കാതെ വരുന്നൊക്കെയുണ്ട്. പോലീസുകാരുടെ സഹായത്തോടു കൂടിയിട്ട് അത് അടക്കം ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിയാണ് അത് ചെയ്യുക. അതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സ്വന്തം വരുമാനമോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ പൈസ എടുത്തിട്ട് ചെയ്യേണ്ടി വരുന്ന വലിയൊരു മഹാമനസ്കനായിട്ടുള്ള ഒരാളാണ് വിനു. അപ്പോൾ വിനുവിൻ്റെ ആത്മകഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ആത്മകഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ പണക്കാരനായാലും അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ആളുകളൊക്കെ ആരാധിക്കുന്ന ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിലും മരണം എന്നുള്ളത് ഒരു സത്യമാണ്. ജനനം പോലെ ജനനവും മരണവുമാണ് ഞാൻ വിശ്വസിക്കുന്ന രണ്ട് സത്യങ്ങൾ. അപ്പം അങ്ങനെ മരണത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ സത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട് മരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ അതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും മരണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് അതിൽ ഏറ്റവും വലിയ തമാശ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇതിനകത്ത് വിനു പറയുന്നത് മരണമാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ഭയങ്കര പണക്കാരനാണ്, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാറിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ആക്സിഡൻ്റായി നമ്മൾ ആ കാറിൻ്റെ ഉള്ളിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ലക്ഷറിക്കും കാര്യത്തിനും ഒന്നും ഒരു കാര്യമില്ല. നമ്മളതിനെ എടുക്കാനായിട്ട് അന്നും ഈ വിനുവിനെ ഇപ്പോൾ പലരും വന്നിട്ടുണ്ട്. പക്ഷെ വിനു എന്ന് പറഞ്ഞ ആ നല്ല മനസ്സുള്ള ആ മനുഷ്യൻ വന്ന് നമ്മളതിനെ എടുക്കണം. നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനായാലും എല്ലാത്തിനും വിനുവിൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യം വരും. അപ്പം അങ്ങനെ ഒരു മനസ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ വിനു ഇത് തുടങ്ങിയിരിക്കുന്നത് 15 വയസ്സിലാണ്. അപ്പോൾ ഇതിൽ ആ കഥ പറയുന്ന ഒരു 15 വയസ്സിൽ കൂട്ടുകാരൻ്റെ ശരീരം എടുക്കേണ്ടി വന്ന വിനുവിൻ്റെ മാനസികാവസ്ഥ, ഒരുമിച്ച് കളിച്ച് വളർന്നിട്ട് വെള്ളത്തിൽ ആഴ്ന്നു പോയ ഒരു മിഥുൻ എന്ന് പറഞ്ഞ പയ്യനെ എടുക്കുന്നതിലൂടെയാണ്. അപ്പം അവിടെയാണ് വിനു ഈ ആശാന്മാർ എന്ന് പറഞ്ഞിട്ട് ഈ ശവം വിനുവിന് മുമ്പേ എടുത്തിരുന്നവർ ആശാന്മാരെന്നാണ് വിനു പറയുന്നത്. അപ്പോൾ ആ ആശാന്മാരെ കാണുന്നതും അവരുടെ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുന്നത്. അപ്പോൾ ആരും വിളിക്കാനില്ല, മീൻസ് പുഴയിലിറങ്ങാൻ ആരുമില്ലാത്തത് കൊണ്ട് ആരെങ്കിലും വരണം എന്ന് പറയുമ്പോൾ, കാരണം ശവത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരം കൂടുതലായിരിക്കും. പിന്നെ വെള്ളത്തിൽ കിടന്നിട്ട് 1-2 ദിവസമാകുമ്പോൾ അതിന് അളിച്ചിലുകൾ ഉണ്ടാവും, ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ ആ തൊലി അടർന്നിടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ ആരാ വരണ്ടേന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയാതെ മുൻപിൻ ചിന്തയില്ലാതെ ചാടിയതാണ് വിനു. അപ്പം അങ്ങനെയാണ് വിനു ഈ ആശന്മാരുടെ കൂടെ കൂടുന്നതും അങ്ങനെ. അപ്പോൾ വിനുവിൻ്റെ ഫാദർ ഒരു തേപ്പ് പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അമ്മ മീൻ വെക്കുന്ന ഒരാളാണ്. അപ്പം അമ്മയും അച്ഛനും ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഫാമിലിയായിട്ട് വലിയ അടുപ്പത്തിലല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ചെറിയ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് പറഞ്ഞാൽ വിനുവിന് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ വിനു ഭയങ്കരമായിട്ട് ഈ മരണത്തിൻ്റെ കൂട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ മരിച്ച ആളേനെ എടുക്കുമ്പോൾ അവരുടെ മേത്തു നിന്നുള്ള നെയ്യോ അല്ലെങ്കിൽ അവരുടെ അണുക്കളോ അല്ലെങ്കിൽ മീൻസ് പുഴുക്കളൊക്കെ ഉണ്ടാവും.
പിന്നെ നമ്മൾ ചോര ഒക്കെ അത് ഈ ബിനു ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ശരീരം ചീഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗം ചീയുന്നതിനും അഴുകുന്നതിനും ഓരോ മണമാണ് എന്നുള്ളത്. അപ്പം ബിനുവിന് മണം എന്താണ് പിടിക്കാനായിട്ട് അപ്പം ബിനു പോലീസുകാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ബിനുവിന് ആ പരിചയത്തിൻ്റെ പുറത്താണ്. ഇപ്പോൾ ഒരുപാട് ശവങ്ങൾ പിന്നെ അപ്പം ഇതിനകത്ത് ചില ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ അതായത് അവിഹിതമായിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇന്നാള് ആലുവയിൽ ഒരു പെൺകൊച്ചിനെ ഇതാക്കി എന്നിട്ട് ഒരു പൂജാരി വന്നിട്ട് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂജ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ക്രൂരമായിട്ടാണ് മരണം കൊണ്ട് ആൾക്കാരുടെ വികാരങ്ങളെ കൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വിനുവിൻ്റെ ജീവിതമാണ് ഇതിനകത്ത് പറയുന്നത്. വിനുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിനു ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്കറിയാം വിനു ചെയ്യുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. പക്ഷേ ആ നാട്ടുകാർക്ക് ഇവൻ്റെ സ്വന്തം അപ്പനും അമ്മയും പോലും എന്താണ് ഇവനോട് നീ ഇനി അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് വിനുവിന് ഒരു ഗ്ലാസ് ചായയോ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആൾക്കാർ ഇതാക്കില്ല. എല്ലാവരും തലയിൽ തട്ടിയിട്ട് അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിരാശ വന്നപ്പോഴാണ് വിനു മൃതദേഹങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയത്. എടുക്കുന്നത് മുതൽ ശ്മശാനത്തിൽ പോയിരുന്ന് സംസാരിക്കാനൊക്കെ അത്രയും എന്താണ് ഒരു മനുഷ്യൻ ഈ ഒരു നല്ല കാര്യം ചെയ്യുന്ന എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നെങ്കിലും ആ നാട്ടുകാർക്ക് അതും മനസ്സിലാകാത്ത ആരും സംസാരിക്കാൻ കൂട്ടുകാരോ ഒന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനോ ഒരു ഗാനമേളയോ അല്ലെങ്കിൽ ഒരു ഉത്സവമോ അല്ലെങ്കിൽ കല്യാണ വീട്ടിലോ ഇതിലൊന്നും പോകാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പോൾ മിനു അപ്പോൾ ഇതിൽ വിനു പറയുന്നുണ്ട് നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ വിനുവിന് കേട്ടിരിക്കാനുള്ളത് അവർ തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും മൃതദേഹങ്ങളാണ്. അങ്ങനെ വൈകുന്നേരം പകൽ നടക്കുമ്പോൾ ആൾക്കാരുടെ പരിഹാസം കാരണം രാത്രിയിലേക്ക് യാത്രയാക്കി. അങ്ങനെ ബിനുവിൻ്റെ ആ മനസ്സ് നമ്മൾക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് സങ്കടങ്ങളും തോന്നും. ഇതിനകത്ത് ഏറ്റവും വിനു എന്താ പറയുക സന്തോഷത്തോടു കൂടിയിട്ട് പറയുന്നത് കേരള പോലീസിൻ്റെയാണ്. ആ കേരള പോലീസാണ് ഇപ്പോൾ അവരുടെ കയ്യിലില്ലെങ്കിലും അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ശവങ്ങൾ അടക്കാനും പിടിക്കാനൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സഹായം പണം കൊടുക്കേണ്ടതാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ ജോലിയാണ്. അതിന് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലീസുകാർക്ക് ചിലപ്പോൾ അതൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഇവനത് എടുക്കുമ്പോൾ പോലീസുകാരെന്താണ് അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് പോലീസുകാർ കൊടുക്കും. അപ്പോൾ എപ്പോഴും വിനു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആശ്വാസം കൊടുക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ വിനുവിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവൻ ശവം വാരി നടക്കുന്നതുകൊണ്ട് ആൾക്കാർ ആരും കൂട്ടാത്തതുകൊണ്ട് ഒരു ഓട്ടോ ഓടിക്കാൻ പോലീസുകാർ സഹായം ചെയ്തിട്ട് പിരിവിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസ് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത്. പക്ഷേ പിന്നീട് ഭാര്യയ്ക്ക് മനസ്സിലാവുമ്പോൾ ഭാര്യ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിനുവിൻ്റെ ആത്മകഥ. നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരെ എന്നുള്ള പോലെ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛമൊക്കെ തോന്നും. ഇത്രയും നല്ലൊരു കാര്യം അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ചില ആൾക്കാരുടെ ശവശരീരങ്ങൾ ഏറ്റവും മാലിന്യം നിറഞ്ഞ ഓടയിലൊക്കെ ആയിരിക്കും. അവിടെയാണ് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അത് എടുക്കുന്നത്. അതൊന്നും ജീവിതത്തിൽ നമ്മൾക്ക് എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എന്തെന്നാണ് അതിന് ആ ഒരു മനസ്സിൻ്റെ പുണ്യം. അപ്പോൾ അതാണ് എൻ്റെ ദൗത്യം, അതിലാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മുനിസിപ്പാലിറ്റിക്കാർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് ഇതേ ജോലി തന്നെ. പക്ഷേ അപ്പോൾ വിനു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ലോകം മുഴുവൻ അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തായാലും എല്ലായിടത്തും ഇദ്ദേഹം പോയിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പറയുന്നുണ്ട് ഇപ്പോൾ പിന്നെ എനിക്ക് സങ്കടം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആശാന്മാരുടെ മരണത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ആശാന്മാർ ഇങ്ങനെ ഈ ശവം എടുത്തിട്ട് ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഫാമിലി അവരെ ഉപേക്ഷിച്ചതുകൊണ്ട് അവർ ഇങ്ങനെ വന്നായതാണ്. അപ്പോൾ അവർ മരിക്കുമ്പോൾ അവരുടെ മക്കളെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ മുണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിക്കുമ്പോൾ വഴിയിൽ അത് വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതൊക്കെയുണ്ട്. പിന്നെ
പിന്നെ എന്താണ് ഇതിനകത്ത് കുറേ നന്മ മരങ്ങളുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഇവൻ വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഇക്ക പോലത്തെ ഒരു ഹോട്ടൽ ഉടമസ്ഥനായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, അവന് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമാണ്, തനിക്ക് വേണമെങ്കിൽ താൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ എതിർത്ത ആളേനെ അടിച്ചിറക്കി വിടുന്ന ഒരു ഇക്കയുണ്ട്. പിന്നെ ഒരു അമ്മ കാനഡയിൽ നിന്ന് കോവിഡിൻ്റെ ടൈമിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനത്തെ അതായത് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ അമ്മ വിളിച്ചിട്ട് ഒരു ഫ്രീസർ, പിന്നെ ഒരു ആംബുലൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വിനുവിന് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിനുവിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ആവശ്യം, അതായത് ശവത്തിന് കുറച്ച് നാൾ ഫ്രീസറിൽ വെക്കാനും ആംബുലൻസിൽ ഓടി രക്ഷപ്പെടുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വിനുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ വിനുവിനിപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അനാഥ ശവങ്ങളെ ഓരോ സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയുടെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെക്കുന്നതിനേക്കാളും നല്ല ഒരു ശ്മശാനം, സ്വന്തമായിട്ട് ഉള്ള ഒരു ശ്മശാനം വേണമെന്നുള്ളതാണ് വിനുവിൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമായിട്ട് പറയുന്നത്. അപ്പോൾ വിനുവിൻ്റെ അവസാന കാലഘട്ടത്തിൽ വിനു ഇങ്ങനെ ആംബുലൻസൊക്കെ ഓടിച്ച് പോകുമ്പോൾ ബിൻസി എന്ന് പറഞ്ഞൊരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചി ഇതിനകത്ത് കയറി അവർ തമ്മിൽ പരിചയപ്പെട്ട് ഇപ്പോൾ അവർക്കൊരു മകനുണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ബിൻസിയോടൊക്കെ ഭയങ്കര ഒരു ആരാധനയൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഇത് കാരണം എല്ലാവരും ആട്ടിയകത്തുന്ന ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ബിൻസിക്ക് സാധിച്ചല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു സന്തോഷം. ഇതൊക്കെയാണ് മരണക്കൂട്ട് എന്ന് പറഞ്ഞ ഇതിൻ്റെ ആകെ ചുരുക്കം, കഥയുടെ ആകെ ചുരുക്കം. പിന്നെ ഇതിനകത്ത് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ ആടുജീവിതം വായിക്കുമ്പോൾ അതൊരു സാഹിത്യകൃതിയായിട്ടാണ്, അതായത് ബെന്യാമിൻ്റെ ഭാഷയിലാണ് ആടുജീവിതം നമ്മൾ വായിക്കുന്നത് അല്ലേ. അതിൽ ഭാഷ കുറച്ചും കൂടിയൊക്കെ നല്ലതാണ്. അതായത് ബെന്യാമിൻ്റെ തലച്ചോറാണ് നമ്മളത് വായിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ആടുജീവിതത്തിലെ ആളുടെ ജീവിതമല്ല ഇതിനകത്ത്. പക്ഷേ വിനു പറയുന്നത് പോലെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വിനുവിൻ്റെ ആത്മകഥ വിനു ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ വിനു നമ്മുടെ അടുത്തിരുന്ന് പറയുന്ന അതേ ഭാഷ, അതായത് തെറി പറയുന്നതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ആശാന്മാർ പറയുന്ന തെറികളെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മരണത്തെ പറ്റിയിട്ടുള്ള ഓരോ ഭാഷകൾ നമ്മളുടെ അടുത്ത് പറയുന്നത് പോലെയാണ് ഇതിൻ്റെ എഴുത്ത് രീതി. അത് മനഃപൂർവ്വം അങ്ങനെ എഴുതിയതാണോ അതെനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് വായിക്കുമ്പോൾ വിനു നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ എഴുത്ത് രീതി മുഴുവൻ. അപ്പോൾ ഇതൊരു നല്ല പുസ്തകമാണ്. നമുക്ക് ജീവിത തത്വങ്ങളെ പറ്റിയിട്ടും താത്വികമായിട്ടുള്ള കുറേ ചിന്തകളെ പറ്റിയിട്ടും മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, ഒരു മരണം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ വിനുവിനെ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു നമുക്ക് ഭയങ്കരമായ ഒരു ആരാധന തോന്നി. കാരണം അതൊന്നും ആർക്കും നമ്മളെപ്പോലെ ഉള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമാണ് വിനു ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.